അത് ഞങ്ങൾ പറഞ്ഞല്ലോ കറക്റ്റായിട്ട്. അത്തരം ഒരു സത്യം തുറന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. CPM എന്താണ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ മാനിപ്പുലേഷൻ CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് CPM-ന്റെ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് പുറത്തു. ബാലറ്റ് ഒരു ലേശമുണ്ട് ഇല്ലേ? ആ ബാലറ്റ് കവറിലിട്ടിരിക്കുന്ന ബാലറ്റ് കളക്ട് ചെയ്ത് ആ കവറിന്റെ സീല് പൊട്ടിച്ച് അതിന്റെ വോട്ട് നോക്കി ആ വോട്ട് വേറെ ആൾക്കാണ് ചെയ്തതെങ്കിൽ ആ വോട്ട് മാറ്റി സ്വന്തം സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൃത്രിമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് CPM-ന്റെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ CPM ഈ വൃത്തികേടുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ മുഴുവൻ നടത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനേക്കാളും വലിയ എവിഡൻസ് ഏതാവുണ്ട്? നുണയൊന്നും പറയില്ല. അല്ല വിശദീകരണം വായിച്ചാണ് ഇയാൾ തന്നെ വായിച്ചതാണ്. ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം കെ സുധാകരന് അതൃപ്തിയൊന്നും ഇല്ലാന്ന് പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വന്നിട്ട് കെ സുധാകരൻ വലിയ രീതിയിൽ അതൃപ്തിയും അതിലൊരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്, അതിൽ വലിയ വലിയ ആളുകളുടെ പങ്കുണ്ടെന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് കൊടുത്തിട്ട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും പോയി ഇനി അവരുടെ രാവിലെ സ്ലിപ്പ് ഉണ്ടായ അത് പിന്നെ വാർത്ത നിങ്ങളല്ലേ എല്ലാവരും അല്ല കുറച്ചു പേര് രാവിലെ ഇതായിരിക്കും KPCC പ്രസിഡന്റ്. നിങ്ങളാണ് KPCC പ്രസിഡന്റ് തീരുമാനം. എത്ര ചാനൽ എല്ലാവരും എത്ര ചാനല് ഇതായിരിക്കും KPCC പ്രസിഡന്റ്. ഉച്ചയാകുമ്പോൾ ഇയാൾ തൂക്കം പറഞ്ഞു മര്യാദ ഭാരം കൂടി നിങ്ങൾ വഷളായി. ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, നിങ്ങളുടെ വിശ്വാസ്യത പോവും എന്ന് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ നിങ്ങള് രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞില്ലല്ലോ. സാധാരണ CPM-ലൊക്കെ താഴെ തൊട്ടുപോലെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് വരുന്നത്. കോൺഗ്രസിൽ അങ്ങനെ കാണുന്നില്ല. അല്ല കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. CPM-ലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. CPM-ലെ അടി നടന്നല്ലോ. CPM-ൽ കരുതാപ്പള്ളി അടി നടന്നില്ലേ? കരുതാപ്പള്ളി അടി നടന്നില്ലേ? പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനലിൽ കൈയടിച്ച് നേതാക്കന്മാർ വന്ന് പാസ്സായിക്കുന്ന പരിപാടിയൊന്നും കോൺഗ്രസ് നടക്കില്ല. നിങ്ങളുടെ തോന്നലല്ലേ? നിങ്ങളുടെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ BJP-ക്കെതിരെ CPM-നെതിരെ പറയില്ല. നിങ്ങൾ കുറെ പേര് കോൺഗ്രസിനെതിരെ പറയാൻ വേണ്ടിട്ട് ഒരു ടീം ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ പുറകെ വന്നോളൂ. അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ വന്നോളൂ. ഇനി ഞാനിവിടെ ഇപ്പൊ ദേശാഭിമാനിക്കാരാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് കയ്യിലേക്കായി ആ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. പണ്ട് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് ആ ദേശാഭിമാനിന്റെ ഫ്രണ്ട് പേജ് അതിപ്പോ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയി. ഇല്ല മറന്നുപോയി. എന്നിട്ട് ഇപ്പൊ വിഴിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കടലിന്റെ വിപ്ലവം ഇതൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. പറയാ 50 മിനിറ്റിനുള്ളിൽ തന്നെ വായിക്കും. ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു 3-4 പേരെ എത്തിയിട്ടുണ്ട്. ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെ ആ ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോ സമയമായി 7 മണി എന്നൊക്കെ. നമസ്കാരം.